അപ്പോൾ ഇനി ഇത് അവൈലബിലിറ്റിയുടെ ഒരു പ്രോബ്ലമാണ്. അവൈലബിലിറ്റി വിത്ത് എ സിസ്റ്റം സ്റ്റാൻഡ് ബൈ സിസ്റ്റത്തിൻ്റെ ഒരു പ്രോബ്ലം. ഇത് തന്നിട്ടുണ്ട് എന്താണ്, 2 കോമ്പണൻ്റ് ഉള്ള ഒരു സിസ്റ്റമാണ്, സ്റ്റാൻഡ് ബൈ സിസ്റ്റമാണ് തന്നിട്ടുണ്ട്. അതായത് ഏതെങ്കിലും ഒരെണ്ണം വർക്ക് ചെയ്താൽ മതി. അപ്പോൾ ഓരോ കോമ്പണൻറ്റിൻ്റെയും ലാംഡ വാല്യൂസ് തന്നിട്ടുണ്ട്, ഫെയിലിയർ റേറ്റ് തന്നിട്ടുണ്ട്. ലാംഡ1 0.002, ലാംഡ2 0.001 തന്നിട്ടുണ്ട്. രണ്ടിൻ്റെ റിപ്പയർ റേറ്റ് തന്നിട്ടുണ്ട്, 0.01 ആണെന്ന് തന്നിട്ടുണ്ട്. ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് സിസ്റ്റത്തിൻ്റെ അവൈലബിലിറ്റി കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അപ്പോൾ സ്ട്രൈറ്റ് ഫോർവേഡാണ്. നമ്മൾ P1ൻ്റെ ഫോർമുല, അതായത് 2 സിസ്റ്റവും 2 കോമ്പണൻറ്റും ഒരുമിച്ച് വർക്ക് ചെയ്യാനുള്ള പ്രോബബിലിറ്റി, അതാണ് P1 എന്നുള്ള ഫോർമുല നമ്മൾ നേരത്തെ നോക്കിയായിരുന്നു, കണ്ടുപിടിച്ചായിരുന്നു. അപ്പോൾ അത് 1 + ഈ ലാംഡ1/r + ലാംഡ1 ലാംഡ2/r² ഹോൾ ഇൻവേഴ്സ് ആണ്. ആ ഇൻവേഴ്സ് വിട്ടുപോകരുത്. ആ കിട്ടുന്ന എക്സ്പ്രഷൻ്റെ റെസിപ്രോക്കലാണ് നമ്മൾ എടുക്കേണ്ടത്. അത് എടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് 0.8196 ആണ്. അതായത് P1 പ്രോബിലിറ്റി ഓഫ് സ്റ്റേയിങ് ഇൻ സ്റ്റേറ്റ് 1, അത് 0.8196 ആണ് നമുക്ക് കിട്ടുന്നത്. പിന്നെ ഉള്ളത് P2ൻ്റെ ഫോർമുല നമ്മൾ കണ്ടുപിടിച്ചായിരുന്നു. P2ൻ്റെ ഫോർമുല എന്തായിരുന്നു? P1 ലാംഡ1/r1 ആണ്. P2 = P1 ലാംഡ1/r1 ആണ്. അപ്പോൾ P1 നമ്മൾ ഇവിടെ നിന്നാണ് കണ്ടുപിടിച്ചത്. ഈ P1 നമ്മൾ ഇതെടുത്ത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അതാണ് ഈ 0.8196. ലാംഡ1 അവർ തന്നിട്ടുണ്ട്, ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. തന്നിട്ടുണ്ട്, R1 ഇല്ല, R മാത്രം. R നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ R നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. R സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ ആൻസർ നമുക്ക് കിട്ടുന്നത് 0.1638 ആണ്. അതായത് സ്റ്റേറ്റ് 2-ൽ നിൽക്കാനുള്ള പ്രോബിലിറ്റിയാണ് 0.1638. ഏതെങ്കിലും ഒരെണ്ണം വർക്ക് ചെയ്യുന്നില്ല, പക്ഷേ മറ്റത് വർക്ക് ചെയ്യുന്നുണ്ട്, സിസ്റ്റം സ്റ്റിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അങ്ങനത്തെ ഉള്ളൊരു സ്റ്റേറ്റിൻ്റെ പ്രോബിലിറ്റിയാണ് P2. അപ്പോൾ അത് രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് സിസ്റ്റത്തിൻ്റെ അവൈലബിലിറ്റി ഇടുന്നത്. കാരണം ഏതെങ്കിലും ഒരെണ്ണം തന്നെ വർക്ക് ചെയ്താൽ മതി. അതുകൊണ്ടാണ് A ഫോർ അവൈലബിലിറ്റി. അത് നമ്മൾ കണ്ടുപിടിക്കുന്നത്. ഇതിൻ്റെ 2 സം നമ്മൾ എടുത്തിരിക്കുകയാണ്. അപ്പോൾ കിട്ടുന്ന ആൻസർ ഇതാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന അവൈലബിലിറ്റി.